ഹലോ സാറേ, ഞാൻ സാറിന്റെ അടുത്ത് ഇന്നലെ മുതലേ പറഞ്ഞതാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ പണി തീരത്തില്ല. എനിക്കൊരു കൈ സഹായം ഇല്ലാതെ ഞാൻ ഇനി പണിയത്തില്ല. ഞാൻ ഇന്നലെ ആളിനെ കിട്ടില്ല, ഞാൻ കളഞ്ഞിട്ട് പോകും. ഇത് സത്യം. ഒരാളെ വിടുന്നുണ്ടെന്നാ ഇന്ന് വരുമോ? അത് കൊള്ളാം, അതൊക്കെ ഞാൻ അതൊക്കെ എന്നാ ശരി, ഓക്കെ. ജബ്ബാർ പാല ആദ്യമായിട്ടാണ് പാന്റ് ഷർട്ട് ഇട്ട ഒരു റബ്ബർ പാല് കാണുന്നത്. ഹലോ, പ്രശസ്ത നാടകൻ പാല ജബ്ബാർ. അയ്യോ, നാടകനല്ല, ഇപ്പഴാ മനസ്സിലായത് കേട്ടോ. എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ വേദികളിൽ നിന്നും വേദികളിലേക്ക് ഇങ്ങനെ പരക്കം പറഞ്ഞപ്പോ എന്റെ സ്ഫുടതമായ അക്ഷര സ്ഫുടതയായ ഡയലോഗ് കണ്ട് എന്നെ ഒരു സംവിധായകൻ സിനിമയിലേക്ക് ഇട്ടു. എവിടെ? സിനിമ സ്ഫുടത. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ഈ പണി സൈറ്റിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അല്ല, ആ സിനിമയിൽ എന്റെ വേഷം എന്ന് പറയുന്നത് ഒരു മേശിരി പണിക്കാരന്റെ ആണ്. അപ്പോ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, പോയി മേശിരി പണിക്കാരന്റെ ചേഷ്ടകൾ ഒന്ന് കണ്ടു പഠിക്കാൻ പറഞ്ഞു. ഓ, അങ്ങനെ വന്നതാണല്ലേ. ഇപ്പോഴാണ് കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പൊ ശമ്പളം വേണം. എത്ര കിട്ടും? ഇവിടെ ഒരാൾക്ക് 1000 രൂപയേ ഉള്ളൂ. ആഹാ, നാടകത്തിൽ 4 നടന്മാർ മേടിക്കുന്ന ശമ്പളം ഞാൻ ഒറ്റയ്ക്ക് വാങ്ങാൻ പോകുന്നു. സംസാരമൊക്കെ പിന്നെ ആ മമ്മട്ടി എടുത്ത് അവിടെ കിടക്കുന്ന മണ്ണ് വെട്ടിക്കോരി കൊണ്ടുപോവാ. ജബ്ബാർ പാലയോ? വൈകിട്ട് ശമ്പളം വേണം. വേണം. എന്നാ കോരണം. തോരണമല്ല, മണ്ണ് കോരിക്കൊണ്ട് വരാൻ. അതൊക്കെ നിസ്സാര കേസല്ലേ. ശരീരത്തിനകത്ത് ഞാനിത് നാടകമായിട്ടുണ്ട്. എന്താ സംഭവം? എന്തോ ഒരു സഹജീവിയെ പോലും നോവിക്കാതെ, ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും നോവിക്കാത്ത ഒരു പാവം മണ്ണിര ജബ്ബാറിന്റെ കരകളെ 2 കത്തമായി കിടക്കുന്ന അതിനെ കൂടെ കളഞ്ഞാൽ മണ്ണും മാറിക്കൊണ്ടിരിക്കട്ടെ. പാടാ. ശരി ശരി ശരി. അതെ, അടുത്ത വർഷം ഏത് സമിതിയില്? ഞാനൊരു പ്രതീക്ഷയില്ല. ആലുവ പ്രതീക്ഷയിലോ? അല്ല, ഏതെങ്കിലും സമിതി വിളിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. വീര, കഴിഞ്ഞ വർഷം കൊട്ടാരക്കര അമ്പലത്തിൽ നാടകം കളിക്കാൻ വന്നല്ലേ? ആരാധകനാണല്ലേ? അല്ലല്ലല്ല, അന്ന് എന്റെ കാലിൽ കിടന്ന ചെരുപ്പാണ് ഇപ്പൊ നിന്റെ കാലിൽ കിടക്കുന്നത്. നിനക്ക് നാണോ മാനോ ഇല്ലോടാ ഈ നാട്ടുകാരെ ചെരുപ്പിന്റെ എറിയും കൊണ്ട് വീട്ടിലിരിക്കുന്ന അച്ഛനെ വിളി വെപ്പിക്കാൻ? അച്ഛന്റെ കാര്യം പറയല്ലേ. അച്ഛനെ പറയല്ലേ. എന്റെ അച്ഛൻ ടാറ്റ കാണിച്ചിട്ട് പോയോ? അല്ല, മരിച്ചുപോയി. അയ്യോടാ, എങ്ങനെ മരിച്ചു? സംസ്ഥാന അവാർഡ് കയ്യിൽ നിന്ന് പോയി. എന്റെ അച്ഛൻ മരിച്ചു. അതിപ്പം സ്വന്തം മകന് സംസ്ഥാന അവാർഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ ദുഃഖത്തില് അറ്റാക്ക് വന്ന് മരിച്ചതായി. അങ്ങനെയല്ല, ഞാൻ 2ാമത്തെ നിലയിൽ നീ സംസ്ഥാന അവാർഡിന് തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കയ്യിൽ നിന്ന് പോയി അച്ഛന്റെ തലയിൽ ചെന്ന് വീണു. അച്ഛൻ മരിച്ചു. അതേ കൊള്ളാം. അപ്പൊ ഈ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? അവാർഡൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സംസ്ഥാന അവാർഡ് തുടച്ചോണ്ടിരുന്നത് ആരത്? അതാരെന്ന് നോക്കാൻ പറ്റില്ല. എടുത്തോണ്ട് ഞാൻ ഓടുവല്ലായിരുന്നു. എന്തായാലും നന്നായി. ഒരു കാര്യം ചെയ്യ്, ആ കുട്ടയിലിരിക്കുന്ന മണ്ണ് ഇങ്ങനെ പൊക്കിയെടുത്തോണ്ടോ. ശമ്പളം വേണോ വൈകിട്ട്? വേണം. എന്നാ പോയി പൊക്കിയെടുത്തോണ്ട് വാ. പൊക്ക. ഈ കഥാപാത്രം എന്റെ കയ്യിൽ നിൽക്കും തോന്നുന്നില്ല. എടാ, യവൻ എന്റെ ചേഷ്ടകൾ കുറെ കണ്ട് പഠിക്കും. ഞാൻ ഒരു നാടകത്തിൽ കർണായിട്ട് വേഷം ചെയ്തു. ആണോ? അയ്യോ, കീറ് ഡയലോഗാണ്. പിന്നെ ആ ഡയലോഗ് എന്ന് വെച്ചാൽ നിന്ന് പറയുന്നല്ലേ മേശിൽ ഓരോരുത്തർ കണ്ടിട്ടുള്ളൂ. ഇതാണെങ്കിൽ ആ സൈഡിൽ പോയിട്ട് ഈ സൈഡ് വരെ വരണം. നടന്നു പറയും? പിന്നെ നടന്നു പറയും. അപ്പൊ മൈക്ക് ആദ്യമേ ആട്ടി അങ്ങ് വിടും. അത് ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഞാൻ കർണൻ, സൂതപുത്രൻ, അനാഥൻ, സ്വന്തം അമ്മയുടെ മറ്റു മക്കൾക്ക് വേണ്ടി സ്വയം ജീവൻ ബലിയർപ്പിച്ചവൻ കർണൻ. വേറെ എന്തെങ്കിലും ഈ ദുരവസ്ഥകൾ വല്ല നടന്നിട്ടുണ്ടോ? ഓ, എനിക്കില്ല. എന്റെ കൂടെ കളിച്ചിരുന്ന വേറൊരുത്തരത് പറ്റിയിട്ടുണ്ട്. അതാരേ? അതായത് തോന്നിക്കൽ ജയചന്ദ്രൻ. അവന് ഒരു ദിവസം 7 ദിവസം ഒരു റൂമിനകത്ത് പൂട്ടിയിട്ട് അവനാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോകാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നരയിക്കുമായിരുന്നു. അപ്പൊ നിനക്കാ? എനിക്കില്ലായിരുന്നു. അതെന്താ എനിക്കില്ലാത്തത്? എന്നെ കക്കൂസിലിട്ട് പൂട്ടി. ശരി, എടാ, നിന്നെ പോലുള്ളവന്മാരാണ് ഈ നല്ല നാടകക്കാർ കൂടെ ചീത്തപ്പേര് ഉണ്ടാക്കാൻ നടക്കുന്നത്. അപ്പൊ ഒരു കാര്യം, നീ സമയം കാണാൻ സംസാരിക്കുന്ന ഒരുപാട് സമയമായിട്ടുണ്ട്. നീ ആ ചാന്തങ്ങ് കൂട്ട്. ചാന്ത് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ. കഴിഞ്ഞാ? അല്ല, 1.5 ഇഞ്ചിന്റെ കല്ലെടുത്തോണ്ട് വാ.
എന്തോന്ന്? കല്ല്. ഓ, ഇല്ലിരിക്കുന്നതാണ് കല്ല്. പുല്ല്. അതാണോ ഇത്ര നേരം ഇവിടെ കിടന്ന് ഓടിയത്? പക്ഷെ എന്തോ പറയാനാന്ന് പറയുന്നത്. ഓ, കല്ല് കയ്യിൽ നിന്ന് പോയി. അനാഥന, എനിക്ക് അസുഖമുള്ളതാ. അറ്റാക്ക് വന്നവനാ. അതൊക്കെ എന്തായാലും ഇപ്പൊ ഇവിടെ പറയുന്നത്? നാടകം കഴിഞ്ഞു പോകുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ രക്ഷപ്പെടുന്നു. ശരി ശരി ശരി, കരയണ്ട. അതെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കട്ടെ. കാപ്പി കുടിക്കാം നമുക്ക്. കുടിക്കാം. അല്ല, അതിന് ഡയറക്ടർ വരണം. അയ്യോ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മേസ്ത്രി പണിക്ക് വരെ ഡയറക്ടർ. ആ ഡയറക്ടർ അല്ല, പിന്നെ? ഈ വീട് ഒരു സിനിമ ഡയറക്ടറുടെ വീടാണ്. അവിടെയാണ് നമ്മൾ ഈ പണി നടക്കുന്നത്. അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് രണ്ട് സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റും. കാരണം ഈ ഡയറക്ടർ വന്ന് കാണുമ്പോ എന്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് എന്നെ സിനിമയിലേക്ക് എടുത്താലും. എടാ ക്ലാപ്പാ, നിന്നെ ഇവിടെ ഈ പണിക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ? ഇവിടെ പണിക്ക് ആളെ ഇല്ലാത്തോണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന ഡയറക്ടർ തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ മേസ്തിരി, നാടക നടൻ ജബ്ബാർ പാല നാളെ മുതൽ മക്കാട് ജബ്ബാർ. മേസ്തിരിയെ, ഇത് നാടകമാ അതാ ജീവിതം?